ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും, ഒരു സംശയവും വേണ്ട. നിങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കേണ്ട. അങ്ങനെ എൻസി കലാപം ഒരു ചുക്കും ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കില്ല. അതിനെ അടിച്ചമർത്തി സംഘിക്കുട്ടന്റെ സംഘി ക്രിമിനലിന്റെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയവാദികളും തീവ്രവാദികളുമായിട്ടുള്ള സംഘികളുടെ അടുത്ത സ്വപ്നം എന്ന് പറയുന്നത് രാഹുലിന്റെ നെഞ്ചത്തേട്ട് വെടിയുണ്ട പായിക്കണമെന്നുള്ളതാണ്. ഈ സ്വപ്നങ്ങൾ ഇവർ കാലാകാലങ്ങളായിട്ട് കാണുന്നതാണ് എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിച്ചതും ഇവർ തന്നെയാണല്ലോ. ഈ പറയുന്ന ഗോഡ്സെ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിക്കാൻ ആദ്യം പോയി കൂടിക്കാഴ്ച നടത്തിയതും പ്ലാനിങ്ങുകൾ നടത്തിയതും വി ഡി സവർക്കറിനെ ആയിരുന്നു. വി ഡി സവർക്കറിനെ കണ്ടുകൊണ്ടാണ് അനുഗ്രഹം വാങ്ങി എല്ലാവിധ പ്ലാനുകളും ഉണ്ടാക്കിയത്. അപ്പോ ഈ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരുടെ നെഞ്ചിലേക്ക്, ഈ രാജ്യം ഒരു മതേതര രാജ്യമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ നെഞ്ചിലേക്ക്, ഈ രാജ്യത്ത് വർഗീയതയുടെ ഒരു തരിമ്പ് പോലും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിക്കണമെന്നുള്ളത് ഈ സംഘപരിവാറുകാരന്റെ അതിയായ ആഗ്രഹമാണ്. അതിനപ്പുറത്തേക്ക് അവർ അത് കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ആശയം കൂടിയാണ് എന്നുള്ളതാണ്. ഇന്നലെ ഈ ഒരു ചർച്ചയിൽ, അതും കേരളത്തിലെ ഒരു ദൃശ്യമാധ്യമത്തിൽ, ഒരു വാർത്താ ചാനലിൽ നടന്ന ചർച്ചയിൽ ഒരു മടിയും കൂടാതെ ആവർത്തിച്ച് ഈ രാജ്യത്ത് നരേന്ദ്രമോദിക്കെതിരെ വല്ല പ്രതിഷേധങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ, സംഘപരിവാറിനെതിരെ വല്ല പ്രതിഷേധങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ രാഹുലിന്റെ നെഞ്ചത്തേക്ക് വെടിയുണ്ട പായിക്കുമെന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ ഇത് ഇവരൊക്കെ ആലോചിച്ചുറപ്പിച്ച കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് സംഘപരിവാറിന്റെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഇവരുടെ ആശയമാണ്. ഇവരുടെ അടിസ്ഥാനപരമായ ആശയം ഇത് തന്നെയാണ്. കാരണം ഈ രാജ്യത്ത് ഹിന്ദു അല്ലാത്ത, മുസ്ലിം ആവട്ടെ, ക്രൈസ്തവനാവട്ടെ, ജൈനനാവട്ടെ, ആരുമാവട്ടെ, ഇവർക്ക് ശത്രുക്കളായിട്ടുള്ള ഇവരുടെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് ഇവർ പ്രഖ്യാപിക്കപ്പെട്ടുള്ള ശത്രുവാണല്ലോ മുസ്ലിമും ക്രൈസ്തവനും. അപ്പോൾ ഈ രാജ്യത്ത് മതസ്വാതന്ത്ര്യവും മതസ്വാഹോദര്യവും നിലനിൽക്കണമെന്ന് ആരൊക്കെ ആഗ്രഹിച്ചോ അവരെയൊക്കെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഇവരുടെ അടിസ്ഥാനപരമായ അജണ്ടയാണ്. ഇനി ഈ പറയുന്ന ഈ പ്രിന്റു മഹാദേവ് അവിടെ ചേറ്റെ താനൊന്ന് ഇറങ്ങി നോക്ക് റോട്ടിലേക്ക്. ആരുടെ നെഞ്ചത്താണ് വെടിയുണ്ട വീഴുക, ആരുടെ ദേഹത്താണ് മണ്ണ് വീഴുക എന്നുള്ളത് കാണിച്ചു തരാം. താനൊന്ന് ഇറങ്ങ്, കേരളത്തിന്റെ തെരുവിൽ താനൊന്ന് ഇറങ്ങ്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, അയാൾ ഇപ്പോഴും ഇന്ത്യയുടെ തെരുവോരങ്ങളിലാണ് ഉള്ളത്. അയാൾ എവിടെയും കയറി ഒളിച്ചിട്ടില്ല. അയാൾ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. സ്വന്തം അച്ഛന്റെയും സ്വന്തം മുത്തശ്ശിയുടെയും നെഞ്ചിലേക്ക് വെടിയുണ്ട പാഞ്ഞു കയറിയത് പോലും അയാളെ ഭയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണോ നിങ്ങൾ ഈ ചിലക്കുന്നത്? നിങ്ങളാണ് ഭീരുക്കൾ, നിങ്ങളാണ് പായി ബ്രിട്ടീഷുകാരന്റെ കാല് നക്കിയതും മാപ്പെഴുതി കൊടുത്തതുമായ ഭീരുക്കൾ നിങ്ങളാണ്. അത് നിങ്ങളുടെ പാരമ്പര്യമാണ്. രാഹുലിന്റെ പാരമ്പര്യം എന്താ? ഈ രാജ്യത്തിന് വേണ്ടി സ്വന്തം നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ സ്വീകരിച്ചവന്റെ പാരമ്പര്യമാണ് രാഹുലിനുള്ളത്. അപ്പോ അങ്ങനത്തെ രാഹുലിനെ ഇമ്മാതിരി ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്താമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ പ്ലാനുകളും ഒക്കെ ആണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവും ഇല്ല. ബട്ട് ആ രാഹുലിന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ പായിക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ ഒരുപാടധികം കോടിക്കണക്കിന് ആളുകളുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ പായിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് അതിന് കേൾപ്പുണ്ടെങ്കിൽ ഇറങ്ങടാ കേരളത്തിന്റെ തെരുവുകളിലേക്ക്. ആരുടെ നെഞ്ചിലാണ് വെടിയുണ്ട പായുക, ആരുടെ ദേഹത്താണ് മൺതരി വീഴുക എന്നുള്ളത് നമുക്കൊന്ന് കാണാം. മനസ്സിലായില്ലേ? ഈ സംഘപരിവാറിന്റെ ഈ ഉമ്മാക്കിയും ഈ ഭയപ്പെടുത്തലുമൊക്കെ അത് നിങ്ങളുടെ ശാഖയിലും RSSന്റെ ശാഖയിലും RSSന്റെ ആസ്ഥാനമായ നാഗ്പൂരിലും കൊണ്ടുപോയി പറഞ്ഞാൽ മതി. അത് ഈ കേരളത്തിൽ എസ്പെഷ്യലി ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഈ
ഇത്തരത്തിൽ ഈ പറയുന്ന ഭീഷണിയുടെ സ്വരം അത് നിനക്ക് നല്ലതല്ല, ഞങ്ങൾക്ക് നല്ലതല്ല എന്നല്ല, നിനക്ക് നല്ലതല്ല എന്നുള്ള കാര്യം നീ ഓർക്കുന്നത് നല്ലതാ. പിന്നെ അതിനപ്പുറത്തേക്ക് ഇതിപ്പോ സംഭവം നടന്നിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ, ഇന്ത്യയുടെ ഭരണഘടനയിൽ വളരെയധികം സ്ഥാനമുള്ള ഒരു സ്ഥാനമാണ്. അങ്ങനത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്ര ഭീഷണിയുടെ സ്വരത്തിൽ ഇങ്ങനെ അയാളെ ഇല്ലാതാക്കും, അയാളെ വെടിവെച്ച് കൊല്ലുമെന്നൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഈ വ്യക്തിക്കെതിരെ ഒരു വിരലനക്കാൻ പിണറായി വിജയന്റെ പോലീസോ പിണറായി വിജയനോ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. പരാതി വരെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പ്രിന്റു മഹാദേവ് ആ പേരിന് സ്ഥാനത്ത്, ആ സംഘി കുട്ടന്റെ സ്ഥാനത്ത് മറ്റൊരു പേരായിരുന്നെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രിന്റുവിന്റെ സ്ഥാനത്ത് ഇപ്പൊ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഒരുപാടധികം ആളുകൾ പല ചാനൽ ചർച്ചകളിലും പങ്കെടുക്കാറുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാൾ, അതും നരേന്ദ്രമോദിക്കെതിരെ ഇത്തരത്തിൽ ഒരു സെന്റൻസ് പറഞ്ഞിരുന്നെങ്കിൽ, ഒരു ഭീഷണി, ഇതൊരു മുസ്ലിം നാമധാരിയുടെ വായിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഭീഷണി അത് നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടായതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? എന്തായിരിക്കും ഇവിടുത്തെ നിയമപാലകരുടെ അവസ്ഥ? എങ്ങനെയായിരിക്കും ഇവിടെ നിയമങ്ങൾ കയ്യിലെടുത്തും അതുപോലെ ഇതിന്റെ നിയമ നടപടികൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഒരു മുസ്ലിം നാമധാരിയാണ് ഇത് ചെയ്തതെങ്കിൽ, ഇത്തരത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരു മുസ്ലിം നാമധാരി ഇത്തരത്തിൽ ഒരു ഭീഷണി ഉയർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ ചർച്ചകൾ? അതിന്റെ പിന്നാലെ ഉണ്ടാകുന്ന പുകിലുകൾ എന്തൊക്കെയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതൊരു മുസ്ലിം നാമധാരി ഒരു വ്യക്തി പറഞ്ഞതാണെങ്കിൽ ഈ കേരളത്തിലെയും ഇന്ത്യ മഹാരാജ്യത്തിലെയും ഒരു സമൂഹത്തെ മൊത്തം അതിന്റെ പേരിൽ ഇവിടെ ക്രൂശിക്കുമായിരുന്നില്ലേ? അതിന്റെ മേലിൽ മാധ്യമ വിചാരണകളും മറ്റുള്ള ചർച്ചകളും ഉണ്ടാകുമായിരുന്നില്ലേ? എന്തേ ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല? അതിനേക്കാൾ വളരെ വേദനാജനകവും ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലൊരു ഭീഷണി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയിട്ട് അതിനെതിരെ ഒരു നിയമ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വളരെ വേദനപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതുമായ കാര്യം. കാരണം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, അതുപോലെ അയാളുടെ പാരമ്പര്യം നോക്കൂ. അയാളുടെ മുത്തശ്ശിയെ ഇതുപോലെ സംഘപരിവാറുകാർ വെടിവെച്ചു കൊന്നതാ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ സംഘപരിവാർ വെടിവെച്ചു കൊന്നതാ. അതുപോലെ അയാളെ പിതാവിനെ ഇതുപോലെ വെടിവെച്ചു കൊന്നതാ. എന്നിട്ട് അതേ രീതിയിൽ തങ്ങളുടെ പിതാവിനെയും മുത്തശ്ശിയെയും ഒക്കെ ഇല്ലാതാക്കിയ അതേ രീതിയിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ വെടിവെച്ചു കൊല്ലുമെന്ന് ഒരു സംഘിക്കൂട്ടൻ വന്നിട്ട് ആവർത്തിച്ച് വെല്ലുവിളിച്ചിട്ടും അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ നമ്മുടെ നാട്ടിൽ നിയമങ്ങളില്ല, നിയമപാലകരില്ല എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ആശങ്കപ്പെടുത്തുന്ന വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ പിണറായി വിജയന്റെ പോലീസ് നമ്മൾ കണ്ടു, എറണാകുളത്ത് നിന്നുള്ള ഒരു CPM-ന്റെ വനിതാ നേതാവ് നൽകിയ പരാതി, സൈബർ ആക്രമണം നടത്തുന്നു, മാനനഷ്ട കേസ് പരാതി ചെയ്ത ഒരു വനിതാ നേതാവ്. ആ വനിതാ നേതാവിന്റെ പരാതിയിൽ നമ്മൾ കണ്ടു മണിക്കൂറുകൾക്കകം ഇത്തരത്തിൽ വീഡിയോകൾ ഇട്ടവരെ, അതുപോലെ സൈബർ ആക്രമണങ്ങൾ നടത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു, അവരെ കോടതിയിൽ ഹാജരാക്കുന്നത് കണ്ടു. എന്ന് വെച്ചാല് അവർക്കൊക്കെ എതിരെ നിയമ നടപടികൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. ഇത് ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷ നേതാവിനെ വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾക്കെതിരെ നമ്മുടെ നാട്ടിൽ ഒരു നിയമ നടപടിയുമില്ല. ഇനി ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ? ഇത് നരേന്ദ്രമോദിയെ വെടിവെച്ച് കൊല്ലുമെന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി, അതൊന്നും വേണ്ട, നമ്മുടെ രാജ്യത്തുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ? എന്തൊക്കെയായിരിക്കും ഇവിടുത്തെ നിയമ നടപടികൾ? അപ്പോ ഈ കാര്യങ്ങൾ വളരെയധികം ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ആ ആശങ്ക അത് ഇവിടുത്തെ മതേതര മനസ്സിലേക്കാണ് ഈ വെടിയുണ്ടകൾ ഇവർ പായിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. കാരണം രാഹുൽ പോരാടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാർ, അത് ഈ രാജ്യത്തിന്റെ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ കൊള്ളയടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് അധികാരത്തിൽ കയറിയതാണെന്ന് രാഹുൽ വിളിച്ചു പറയുമ്പോൾ അവരിതിൽ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ കട്ടവനം തന്നെയാണ്. കട്ടത് ഈ രാജ്യത്തെ ജനാധിപത്യത്തെയാണ്. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ സംഘപരിവാർ വല്ലാതെ അസ്വസ്ഥരാകുന്നു എന്നുള്ളതാണ്. ഇനി സംഘപരിവാറുകാർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് ഇങ്ങനെ പല പ്ലാനുകളും ഉണ്ടായേക്കാം. നിങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവർ, ഈ രാജ്യത്തിന്റെ മതേതരത്തിന് വേണ്ടി സംസാരിക്കുന്നവർ, അവരെയൊക്കെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള പല ആശയങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടായേക്കാം. ബട്ട്
അതിന് നേതൃത്വം കൊടുക്കുന്നവരെ വെടിവെച്ച് കൊല്ലാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിനു മുമ്പ് ഈ രാജ്യത്ത് കോടാനുകോടി വരുന്ന ജനങ്ങളുടെ നെഞ്ചിലേക്ക് നിങ്ങൾ ആദ്യം വെടിയുണ്ട പായിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതിനപ്പുറത്തേക്ക് ഇവനെ പോലെയുള്ള ഈ സംഘ് പരിവാറിൻ്റെ ഈ ക്രിമിനൽ സംഘങ്ങളെ, ഈ സംഘങ്ങൾ നിങ്ങൾ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ ഇറങ്ങി നിന്നുകൊണ്ടൊന്ന് സംസാരിക്കുക, രാഹുലിൻ്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിക്കുമെന്ന്. അപ്പം നിങ്ങൾക്ക് കാണാം ആരുടെ നെഞ്ചിലേക്കാണ് വെടിയുണ്ട വരുന്നത് എന്നുള്ളത്.